എല്ലാവർക്കും നമസ്കാരം. സജീവ് ജി സൂചിപ്പിച്ചതുപോലെ ഞാനൊരു ക്വാളിറ്റി റീഡിംഗ് ഉള്ള ആളല്ല, അല്ലെങ്കിൽ ഒരു ഗുണാത്മക വായന എനിക്കില്ല. കിട്ടുന്നത് എന്താണോ അത് വായിക്കും. പണ്ട് കാലത്ത് നമ്മൾ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുമ്പോൾ ആ പേപ്പറിൽ എന്താണോ ഉള്ളത് അത് വായിക്കും. പിന്നെ മാതൃഭൂമി വാരാന്ത്യ പതിപ്പ് അല്ലെങ്കിൽ മറ്റ് സാധാരണ പത്രങ്ങളുടെ സൺഡേ സപ്ലിമെൻറ്റുകൾ വായിക്കും. അങ്ങനെ കിട്ടുന്നതൊക്കെ വായിച്ച് പിന്നെ മലയാളികളെല്ലാം സാമാന്യേന വായിക്കുന്ന പുസ്തകങ്ങളെല്ലാം, അതിലെനിക്കൊരു സൈദ്ധാന്തിക ബൗണ്ടറി ലൈനൊന്നുമില്ല വായിക്കുന്നതിൽ. എല്ലാം വായിക്കും, കിട്ടുന്നത് വായിക്കും. അതെ, എന്താണോ കയ്യിൽ കിട്ടുന്നത്, ഇപ്പോൾ ആനുകാലികങ്ങളായാലും നോവലുകളായാലും അങ്ങനെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചു, അതിനെ പറ്റിയിട്ട് ഒരു ക്രിട്ടിക്ക് അല്ലെങ്കിൽ ഒരു നിരൂപണം നടത്തി അത് എഴുതി വെച്ചു, അങ്ങനെയൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് സാധാരണ മലയാളി ഒരു നാട്ടുപുറത്തുകാരൻ എങ്ങനെയാണോ വായിക്കുന്നത് അതുപോലെ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ വായിച്ചിട്ടുണ്ടാവും, സുഗതകുമാരി വായിച്ചിട്ടുണ്ടാവും, ബാലാമണിയമ്മയെ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരെയും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. പറ്റിയൽ കോട്ടയം പുഷ്പനാഥിൻ്റെയും ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ട് എൻ്റെ ഒരു റീഡിങ് അങ്ങനെയാണ്. പലരും ചോദിക്കും, ശരിയാണ്, ഞാൻ സി രാധാകൃഷ്ണൻ സാറിൻ്റെ ഗീതാദർശനവും വായിച്ചിട്ടുണ്ട്, അംബികാസുധൻ മാങ്ങാടിനെയും നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. അതായത് ആശയപരമായിട്ട് വിയോജിപ്പുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് കെ ബി ശ്രീദേവി നമ്മളേറ്റവും ഒരു എന്താ പറയുക, ഐഡിയോളജിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു കവയിത്രിയാണ്. പക്ഷെ ഞാൻ ആത്രേയകവും വായിച്ചിട്ടുണ്ട്. രാജശ്രീയോട് എനിക്ക് പരാതിയില്ല. കാരണം അവരെഴുതിയതിൻ്റെ ആശയം എന്തെന്നുള്ളതല്ല, അവരെഴുത്ത് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മളെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കുന്നത്. എനിക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, അതിനുവേണ്ടി ഞാൻ വായിക്കുന്നത്. അല്ലാതെ ഇന്നത് വായിക്കണം, ഇന്ന വഴിക്കേ വായിക്കാവോന്നില്ല. അതുകൊണ്ട് വായന ഇപ്പോൾ NEP എന്നാണ് പറയുന്നത്. NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ സിലബസിന് അപ്പുറത്തേക്കും പഠിക്കണം, വായിക്കണം, ഇന്നതേ വായിക്കാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അത്രയും വായിച്ചു എന്ന് എവിടെയോ പറഞ്ഞപ്പോൾ എന്നെ പലരും എന്നോട് ചോദിച്ചു, എന്തിനാണ് അങ്ങനെ അർബൻ നക്സലുകളുടെ തീമല്ലേ? ശരിയായിരിക്കുന്നു അവർ, പക്ഷേ എത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നാണ്. പോയിന്റ് എന്തോ ആയിക്കോട്ടെ, ആ എഴുത്തിൻ്റെ മനോഹാരിതയാണ് നമ്മളെ അതാക്കുന്നത്. ഈ വായന ഈ പ്രസംഗത്തെയൊക്കെ നല്ല സ്വാധീനിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? അല്ല, നമുക്കൊരു വൊക്കാബുലറി സ്വാഭാവികമാണല്ലോ. നമ്മൾ അത്യാവശ്യം വായിക്കുമ്പോഴാണല്ലോ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ പുതിയ കാലമാണ്, ഈ വായന മരിച്ചു എന്ന ആളുകൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ പുസ്തകമേളകൾ പോലെ കാര്യമായി ആളുകൾ ആസ്വാദകരൊക്കെ എത്തുന്ന ഒരു കാലം കൂടിയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ വ്യാപകമായി വന്നതിന് ശേഷം അത് നെഗറ്റീവായും പോസിറ്റീവായും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തിൽ ട്രോളുകളുടെ ഒരു കാലമാണ്. പണ്ട് നമ്മൾ കാർട്ടൂണുകളായിരുന്നു, രാഷ്ട്രീയക്കാരെയൊക്കെ കാർട്ടൂണുകളായിരുന്നു. ഇപ്പോൾ കാർട്ടൂണിൻ്റെ പുതിയ ട്രോളുകളാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത്. അത് എല്ലാ രാഷ്ട്രീയക്കാരെയും വെറുതെ വിടുന്നില്ല, എല്ലാവരെയും ആക്രമിക്കുന്നുണ്ട്. ചിലരെ ഒരു ബോധപൂർവമുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു ഇരയാണ് താങ്കളെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരം ട്രോളുകളോടുള്ള ഒരു സമീപനം എന്താണ്? അതിനെങ്ങനെയാണ് ആസ്വദിക്കുകയാണോ, അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അല്ല, അതിപ്പോൾ ട്രോളുകളിൽ നമ്മൾ എന്താ പറയുക, ട്രോളുകൾ കണ്ട് നമ്മൾ പിന്മാറുന്നുമില്ല, നല്ലത് പറയുന്നത് കേട്ടിട്ട് നമ്മൾ അഭിരമിക്കുകയും ചെയ്യുന്നില്ല. അപ്പോഴാണ് അപ്പോൾ പ്രശ്നമില്ല. ഇപ്പോൾ എന്താണ് ഇത് തന്നെയാണ് പണ്ടും ഉണ്ടായിരുന്നത്. ഇപ്പം ശങ്കറൊക്കെ പണ്ഡിറ്റ് നെഹ്റുവിനെ വിമർശിച്ച പോലെ ഇന്നാരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആത്ത് കിടക്കും, പിണറായി വിജയൻ ഭരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ആളുകൾക്ക് പക്ഷെ നിലവാരത്തിൻ്റെ പ്രശ്നമുണ്ട്. താങ്കൾ പറഞ്ഞത് ഒരു നിലവാരത്തിൻ്റെ തകർച്ചയുണ്ട്, അത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിനെ ആ ഒരു ലൈറ്റ് ഇതിലെടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായതൊന്നും സ്വാധീനിക്കാറില്ല. അല്ല, സ്വാധീനിച്ച പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മറ്റുള്ളവർ എന്ത് പറയുന്നു നോക്കിയിട്ടല്ലല്ലോ. ഇപ്പം ചാണക്യം പറയുന്നുണ്ട്, ഒരു ദിവസം നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദുർബലനായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആളുകൾ ഗൂഢാലോചന നടത്തുക, ആക്ഷേപിക്കുക, പരിഹസിക്കുക, കുറ്റപ്പെടുത്തുക, എതിർക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ശക്തിയുള്ളവരെയാണല്ലോ നമ്മൾ എതിർക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എതിർക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം കാണേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തീർച്ചയായിട്ടും. നമ്മൾ എവിടെയെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ആ പറയുന്നതിന് റിലവൻസ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് അയാളെ, അതിപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിലുള്ളവർ അതെപ്പോഴും അനുഭവിച്ചേ പറ്റും. നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്നുണ്ട്, പലരെയും നിഷ്കരണം ആക്രമിക്കുന്നുണ്ട്. നിലവാരമുള്ള ഭാഷയിലാണെങ്കിലും നമ്മൾ നിഷ്കരണം ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ മാത്രം ദുഃഖിതനായിട്ടിരിക്കാനുള്ളവരല്ലല്ലോ പുറത്തുള്ളത്.
ഈ ആക്രമണത്തെ കുറിച്ച് പറഞ്ഞു. വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് പൊതുപ്രവർത്തകരുടെ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ, പ്രത്യേകിച്ച് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തെ ഭാരവാഹിയൊക്കെ ആയിരിക്കുമ്പോൾ സമയം വലിയൊരു പ്രശ്നമാണ്. അപ്പം എങ്ങനെയാണൊരു കാര്യങ്ങൾ ഇതൊക്കെ ഡീൽ ചെയ്യാൻ ടൈം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? അതിനൊരു രീതിയുണ്ടോ? അല്ല, നമ്മുടെ ഒരു ത്വരം എന്ന് പറയുന്നത് വേറെയാണല്ലോ. നമുക്ക് വായിക്കാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. ധാരാളം പുതിയ പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ വായിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? രാവിലെ എണീച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ്, മറ്റേ കോടതി, പിന്നെ പത്രസമ്മേളനം, പിന്നെ ധർണ, പിക്കറ്റിങ്, പദയാത്ര, നമ്മുടെ ജീവിതം എങ്ങനെയാണല്ലോ. അപ്പോൾ അതിനിടയിൽ തീവണ്ടി യാത്രയിലോ വല്ല വിമാനയാത്രയിലൊക്കെ കിട്ടുമ്പോൾ ആർത്തിയോടെ കിട്ടിയ സാധനം വായിച്ച് തീർക്കുന്നത്. അതുകൊണ്ട് അതിങ്ങനെ വെച്ചിരിക്കുക എന്നുള്ള പരിപാടിയില്ല. എന്ത് സാധനം കയ്യിൽ കിട്ടിയാലും അത്. പിന്നെ ഞങ്ങൾക്കായിട്ട് വായിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആനുകാലികങ്ങൾ വായിക്കണം, പുതിയ പുതിയ ഐഡിയോളജിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിനൊക്കെയുള്ള വേറെ പഠിക്കണം. അതിനിടയിലാണ് നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ള. ഇപ്പോൾ തെയ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അംബികാസുധൻ മാങ്ങാടിൻ്റെ ലേറ്റസ്റ്റ് പുസ്തകം തെയ്യത്തിൻ്റെയാണ് അതിൻ്റെ മെയിനായിട്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ട്, ജാതിയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ അതിൻ്റെ വർണ്ണനയിലാണ് നമ്മൾ തെയ്യം കാണുന്നതിൻ്റെ. തെയ്യത്തിന് ഒരുപാട് ആവിഷ്കാരമുണ്ട്. തെയ്യം എന്ന് പറയുന്നത് അടിമത്വത്തിൻ്റെ, ജാതി നിന്ദയുടെ ഒക്കെ ഉണ്ട്, ധാരാളം ഉണ്ട്. അത് അംബികാസുധൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ വായിക്കുന്നത്. അല്ല നിങ്ങളെന്ത് വിചാരിക്കുന്നു നോക്കിയിട്ടല്ല നമ്മൾ വായിക്കേണ്ടത്.